വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിറ്റ് 6 ഞാനാണ് താരം എന്ന പാഠത്തിൻ്റെ 2ാം ഭാഗം ഉൾപ്പെടുത്തിയ വീഡിയോയാണിത്. ജലത്തിൽ എന്തൊക്കെ? ചിത്രത്തിലെ ജന്തുക്കളെയും സസ്യങ്ങളെയും കണ്ടല്ലോ. ജലത്തിൽ കാണുന്നവയെ കുളത്തിലേക്ക് വരച്ച് ചേർക്കൂ. താറാവ്, താമര, ആമ. ഇത് കുളത്തിലേക്ക് വരച്ച് ചേർക്കണം. നിരീക്ഷിച്ചെഴുതാം. 2 ചിരട്ടകളിൽ പയർ വിത്തുകൾ മുളപ്പിക്കൂ. മുളച്ചു വരുന്ന ശേഷം ഒരു ചിരട്ടയിലെ ചെടിക്കു മാത്രം വെള്ളമൊഴിക്കുക. 2 ആഴ്ച 2 ചെടികളും നിരീക്ഷിക്കൂ. എന്താണ് സംഭവിച്ചത് എന്ന് എഴുതൂ. വെള്ളമൊഴിച്ച ചിരട്ടയിലെ ചെടി വളർന്നു വരുന്നതായി കാണാം. ഇതിൽ നിന്ന് ചെടികൾ വളരുന്നതിന് വെള്ളം ആവശ്യമാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് വെള്ളം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാം. ആരാണ്? കടങ്കഥയുടെ ഉത്തരം കണ്ടെത്തി അതിൻ്റെ ചിത്രം വരച്ച് നിറം നൽകൂ. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ആമ. ഉറങ്ങും പക്ഷേ കണ്ണടയ്ക്കില്ല. മീൻ. എഴുതാം. എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? വെള്ളത്തിൻ്റെ ഉപയോഗം: കുടിക്കാൻ, കുളിക്കാൻ, ആഹാരം പാകം ചെയ്യാൻ, പാത്രങ്ങൾ കഴുകാൻ, വസ്ത്രങ്ങൾ കഴുകാൻ, ചെടികൾ നനയ്ക്കാൻ, കൃഷി ചെയ്യാൻ, തീ അണയ്ക്കാൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. എല്ലാ ജീവികൾക്കും കുടിക്കാനും കുളിക്കാനും വെള്ളം ആവശ്യമാണ്. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്? കിണർ, പുഴ, തടാകം, മഴ, അരുവി, കുളം. പറയാം. ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവുക? നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഭൂമിയിലെ ഉറവകൾ ഇല്ലാതാകും, കൃഷികൾ നശിക്കും, സസ്യങ്ങൾ നശിക്കും, ജലാശയങ്ങൾ വറ്റി എല്ലാ ജീവികളും വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങും, വെള്ളം കിട്ടാതെ മനുഷ്യരും മരിക്കും. ചിത്രത്തിൽ വലിയ പാത്രത്തിൽ കൈയിട്ട് മുക്കുന്നു, പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നു, വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കുന്നു. ഇതെല്ലാം വെള്ളം മലിനമാകാൻ കാരണമാകുന്നു. ഇതുപോലെ ജലം മലിനമാകുന്ന മറ്റ് സന്ദർഭങ്ങൾ എന്തൊക്കെ? പാത്രങ്ങളും ജലസംഭരണികളും അടച്ചു വച്ചില്ലെങ്കിൽ ജലം മലിനമാകും. പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളും ജലാശയത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ജലം മലിനമാകും. വീടുകളിലെ ശുചിമുറിയിലെ ഓവ് ജലാശയത്തിലേക്ക് ഒഴുക്കിവിടുമ്പോൾ, ഫാക്ടറികളിലെ വിഷദ്രാവകങ്ങൾ ഒഴുക്കിവിടുമ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം ജലം മലിനമാകുന്നു. ജലത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതെല്ലാം? താമര, ആമ്പൽ, കുളവാഴ, പായൽ. ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാം? മീൻ, തവള, ആമ, മുതല, താറാവ്, നീർക്കോലി. കുളം. നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ നിരവധി കുളങ്ങളുണ്ട്. കുളത്തിൽ ധാരാളം വെള്ളം കെട്ടിനിൽക്കുന്നു. കൃഷിക്കു നനയ്ക്കാൻ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. നീന്തി കുളിക്കാനും മീൻ വളർത്താനും കുളങ്ങൾ പ്രയോജനപ്പെടുന്നു. ആമ്പൽ, താമര, കുളവാഴ, വിവിധതരം പായലുകൾ തുടങ്ങിയ ജലസസ്യങ്ങളും കുളത്തിൽ വളരുന്നു. മീനുകൾക്ക് പുറമെ ആമ, നീർക്കോലി തുടങ്ങിയ ജീവികളും കുളത്തിലുണ്ടാവും. പുഴ. കേരളത്തിൽ വലുതും ചെറുതുമായ ധാരാളം പുഴകളുണ്ട്. പുഴയിലെ വെള്ളം കൃഷിക്കായി ഉപയോഗിക്കുന്നു. പുഴയിലെ ജലമാണ് മൃഗങ്ങളും പക്ഷികളും കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത്. പുഴയിൽ ധാരാളം മീനുകളുണ്ട്. മിക്ക പുഴകളും ഒഴുകി അറബിക്കടലിൽ ചേരുന്നു. കിണർ. കിണറ്റിലെ വെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളമാണ്. പല വലിപ്പത്തിലും ആഴത്തിലും ഉള്ള കിണറുകളുണ്ട്. ആഴം കൂടുന്തോറും വെള്ളം കൂടുതൽ ശുദ്ധമാകും. ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നു. ഇന്ന് വളരെ ആഴത്തിലുള്ള കുഴൽക്കിണറുകളും ധാരാളമുണ്ട്.
ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ കുടിക്കാനും കുളിക്കാനും ചെടികൾക്ക് നനയ്ക്കാനും ജലം വേണമെന്ന കാര്യം മറന്നിടല്ലേ. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ മാനും മീനും പൈക്കിടാവും പാട്ടുപാടും പൂങ്കുയിലും പുല്ലും നെല്ലും പുലർന്നിടാൻ തെളി നീർ വേണം. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ മഴവെള്ളം നിറഞ്ഞിടും കുളം പുഴ ചോലയെല്ലാം ശുചിയായി എന്നും എന്നും സൂക്ഷിച്ചിടണം. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ.